ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കായപ്പുളിയാണ് വെക്കുന്നത്. കായപ്പുളി പറഞ്ഞാൽ വെണ്ടയ്ക്ക പുളി. അപ്പോൾ നമ്മൾ പാലക്കാട്ടുകാർ കായപ്പുളി പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വറുക്കാൻ ഗ്യാസ് കത്തിക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ്, വലിയ സ്പൂണിൽ കൊത്തമല്ലി, ഒരു സ്പൂൺ ഉലുവ, കുറച്ച് കടുക്, 5 വറമുളക്, ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുക്കാം. നന്നായിട്ട് വറുക്കേണ്ട നല്ലൊരു മണം വരുന്ന വരയ്ക്ക് നമുക്ക് വറുത്തെടുക്കാം. അത് കളറൊക്കെ മാറി ഉലുവ വെന്തയൊക്കെ പൊട്ടിക്കഴിഞ്ഞു നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വെണ്ടയ്ക്ക നമുക്ക് വറുത്തെടുക്കാം. വെണ്ടയ്ക്ക അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടാം. നന്നായിട്ടൊന്ന് വറുക്കാം. നമുക്ക് മസാല അങ്ങനെ വറുത്ത് വെച്ചതുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ടിട്ടേക്കാം. ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ വലിയ ഉള്ളിയാണ് ഇടുന്നത്. ഒരു ചെറിയൊരു വലിയ ഉള്ളി. അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് വറക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വെണ്ടയ്ക്ക നന്നായി വറന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറന്നിട്ടുണ്ട്. ഇതിനെ മാറ്റിയിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ചു. അതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത ശേഷം നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും മസാല ഒന്ന് അരച്ചിട്ട് വരാം. വെണ്ടയ്ക്ക ഒന്ന് വേകാനായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഞാൻ മല്ലിപ്പൊടി അതൊന്നല്ല ഉപയോഗിച്ചത്, നന്നായിട്ട് വറുത്ത് മസാലയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുളി ഒന്ന് കസക്കി ഒഴിക്കാം. പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് എന്നാലേ അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. പുളി നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചിട്ട് മസാല ഇട്ടു. പുളി ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. അരച്ച മസാല നമുക്ക് ഇതിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ വേറെ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ. ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടുണ്ടാകും. ചോറ്റിൻ്റെ കൂടെ നന്നായിട്ടുണ്ടാകും. പക്ഷെ നാളേക്ക് ഇതിലും നന്നായിട്ടുണ്ടാകും. ഇതിൻ്റെ കൂടെ പപ്പടം, കൊണ്ടാട്ടം, അരി പപ്പടം ഇതൊക്കെ കഴിച്ചാൽ നന്നായിട്ടുണ്ടാകും. അതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകും. ഒന്ന് തിളച്ചിട്ട് താളിച്ചു കൂട്ടാം. മസാലയൊക്കെ ഒഴിച്ചു നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കണ്ടോ, നന്നായി തിളയ്ക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കായപ്പുളി. നമ്മുടെ പാലക്കാട്ടുകാരുടെ വെണ്ടയ്ക്ക കായപ്പുളി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് ദിവസമായിട്ട് സബ്സ്ക്രൈബർ കൂടാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഉരുവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. കുറച്ച് ഉപ്പ്, വീഡിയോ എല്ലാവരും കാണണം. അഭിപ്രായങ്ങളൊക്കെ പറയണം.
ഇപ്പോൾ സബ്സ്ക്രൈബറും ലൈക്കും ഒക്കെ കുറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് ചെയ്യുക, മറക്കരുത്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ച ശേഷം ഒന്ന് താളിക്കാം. ഒരു കരണ്ടി വയ്ക്കാം. കമൻറ്റുകളൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താവോ കമൻറ്റ് കുറഞ്ഞു പോയി. കരണ്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. താളിക്കാൻ കടുകിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കടുകിട്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ടാവും. അങ്ങനെ വെച്ചിട്ട് എല്ലാവരും നോക്കുക. വെണ്ടയ്ക്ക കായപ്പിൽ സൂപ്പറായിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷം ഒരു വറമുളക്, കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇടാം. ചെറുള്ളി ഇല്ല, അപ്പോൾ ഞാൻ വലിയ ഉള്ളിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതൊന്ന് വറുക്കാം. നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇടാം. ഒരു വറമുളക് നന്നായിട്ടൊന്ന് ചുവക്കുന്നവർക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് ചുവന്ന് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. നമുക്ക് താളിച്ചു കൂട്ടാം. നമ്മുടെ കായപ്പുളി, വെണ്ടയ്ക്ക പുളി, കൊത്തമല്ലിയൊക്കെ ഞാൻ വറുത്തരച്ച് വെച്ചതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. ഗ്യാസ് ഓഫ് ആക്കാൻ പോകണം. എല്ലാവർക്കും ബൈ.